സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചത് കൊണ്ടോ ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര പരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നു പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മന്ത്രി പുങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവന്മാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല. ഇത് സമര പരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ക്രിമിനലിനെ വീട് വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു. അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ, ഒരു പൊതുപ്രവർത്തകനെ, ഡേ ലൈറ്റിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളെ, ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി പലതവണ വന്നിട്ടുള്ള ഒരാളെ, നിങ്ങളുടെ DGPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ, തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ 5:30 മണിക്ക് വീട് വളഞ്ഞു വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി, പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം. എന്ന് വെച്ചാൽ സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്, വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തകനും നോക്കിയിരുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചല്ല, കേരളത്തിലെ 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും കാത്തിരിക്കുകയാണ്. സമര പരമ്പരകളിലൂടെ നിങ്ങളുടെ ജയിലറകൾ നിറക്കാൻ അവർ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചില പോലീസ് ഏമാന്മാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു. ഇവിടുത്തെ SHO ആയിരുന്ന ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു, കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു. അയാളോട് ഒരു കാര്യം, മീഡിയ ആണ്, ലൈവ് ഉണ്ട്, നിന്റെ തമ്പ്രാക്കൽ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് കണ്ട് അത് തൃപ്തിപ്പെടുന്നുമെന്ന് വിചാരിച്ചുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട. കൈവെട്ടും കാലുവെട്ടും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ തൃപ്തിയാണ് നിനക്ക് ആവശ്യമെങ്കിൽ, പിണറായി വിജയൻ അടിമപ്പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാൽ മതി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ആരുടെയെങ്കിലും തൃപ്തി വാങ്ങിപ്പിടിച്ച് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു, ഇപ്പൊ ക്ലിഫ് ഹൗസിലുള്ളവന്മാർ നാളെ കണ്ടോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും. അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും പോലീസിന്റെ പണിയെടുക്കുന്നവരോട് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ CPMന്റെ അടിമപ്പണിയെടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട, ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പൊ ഒരു കാര്യം, ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശോധിച്ച ആശുപത്രിയിലെ RMOയ്ക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസി കോളുകൾ ഈ ഭരണപക്ഷത്തിൻ്റെതായി പോയിട്ടുണ്ട്. അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പൊളിറ്റിക്കൽ ഡയറക്ഷനായി പോയിട്ടുണ്ട് എന്ന് പോലുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, ചില ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമര പോരാളികളുടെ സമരവീര്യത്തെ തല്ലിക്കെടുത്താമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും, നാളെ കേരളമൊന്നാകെ ആളിപ്പടരും സമര പരമ്പരകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ മണ്ണിൽ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ഗുണ്ടാ സദസ്സിനെതിരെ പൊരുതിയ മൃഗീയമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പോലും ഈ പതാക താഴെ വെക്കാത്ത സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരയും നീരും, അവന്റെ അധ്വാനം, അവന്റെ ത്യാഗം, അവരുടെ പോരാട്ടം
അതിന് വിലമതിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇതിന്റെ തലപ്പത്തുണ്ട്. പോലീസിന്റെ സമരവീര്യങ്ങളെ കെടുത്താനുള്ള ഓമനിക്കലുകളും താലോലിക്കലും കേട്ടു വളർന്നവരല്ല. ജലപീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും കണ്ണീർ വാതകവും അതിനപ്പുറവും നേരിടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്ക് അറസ്റ്റിന് മടിയില്ല, ഞങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേരിടാൻ മടിയില്ല, ഞങ്ങൾക്ക് റിമാൻഡിന് മടിയില്ല. പക്ഷെ അതല്ല, പോലീസ് CPM-ന്റെ ഗുണ്ടാ പണിയെടുത്താൽ അതിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് ആർഷോ എന്നല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.